ഇപ്പൊ എന്തെങ്കിലും തുടങ്ങണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നവർക്ക് ഇക്ക എന്തായിരിക്കും ഒരു അഡ്വൈസ് കൊടുക്കുക? ആരും മാർക്കറ്റ് ശരിക്കും കൊണ്ട് പഠിക്കാതെ ആരെങ്കിലും കാണിക്കുന്നത് ചെയ്യുന്നത് അവര് ചെയ്യുന്നത് വർഷങ്ങൾ കൊണ്ട് അവരുണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു ഇതായിരിക്കും. ഓക്കെ, അപ്പൊ ഇവരുമായിട്ട് പോയിട്ട് വെറുതെ പ്യുവർലി പ്രൈസിന്റെ മുകളിൽ കോമ്പീറ്റ് അത് ഒരിക്കലും ഒരു ബിസിനസ് അല്ല. അത് ശരിക്കും ലാഭം ഉണ്ടാക്കുന്നതിനാണ് ബിസിനസ് എന്ന് പറയുന്നത്. ലാഭം ഉണ്ടാക്കുന്നത് തന്നെ നമ്മൾ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ യൂത്ത് ശരിക്കും ചെയ്യേണ്ടത് ബിസിനസ് പഠിക്കുക. ബിസിനസ് കേരളത്തിൽ തന്നെ ചെയ്യണമെന്നില്ലോ, ഇല്ല. ഇപ്പൊ നിങ്ങൾ നോർത്തിലോട്ട് പോയാലും ഇപ്പൊ ബീഹാറോ ബംഗാളോ ഈവൻ ആന്ധ്ര ഈവൻ തമിഴ് എല്ലായിടത്തും പോയാലും നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന കോർപ്പറേറ്റ് കമ്പനി പറഞ്ഞ ആദ്യത്തെ വാക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പൊ അവർ ഈ ഒരു ഫീൽഡിലാണ് പറഞ്ഞത്. അത് നിങ്ങൾ നോക്കിയാൽ എല്ലാ ഫീൽഡും തന്നെ ഈ വൈറ്റ് ഗുഡ്സിൽ ഇത്രയും ഓർഗനൈസ്ഡ് റീറ്റെയിലർ ഉള്ള വേറെ സ്റ്റേറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിന്റെ 4 ഇരട്ടി ജനങ്ങളുള്ള സ്ഥലവും ഇതിനെക്കാട്ടി കൂടുതൽ ഇവിടെ നമ്മുടേത് ഇപ്പൊ കൂടി വന്നു കഴിഞ്ഞാൽ ഡിജിറ്റലും എന്ന് പറഞ്ഞാൽ മൊബൈലും വൈറ്റ് ഗുഡ്സും എല്ലാം അടക്കം നോക്കിയാൽ കൂടി വന്നതിന് ഒരു 6,000-7,000 ക്രോറിന്റെ ബിസിനസ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്. അതിന് ഇവിടെ തന്നെ ഇപ്പൊ തന്നെ 10-12 ഈ കമ്പനീസ് ഉണ്ട്. വേറെസ് ഇഫ് യു ഗോ ഡൗൺ ടു ഇപ്പൊ നോർത്തിലൊക്കെ പോയാൽ ഇതിന്റെ ഇരട്ടിയുള്ള സ്ഥലത്ത് ഇപ്പൊ 7,000 കോടിയുള്ള അടുത്ത് 18,000 കോടി ടേൺ ഓവർ ഉള്ള സ്ഥലത്ത് ചിലപ്പോൾ 4 ഓർഗനൈസ്ഡ് റീറ്റെയിലേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് അത് നമ്മൾ നോക്കി ചെല്ലണം എന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടുത്തെ ബിസിനസ്. എല്ലാവരും കയറി ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞ ഒരു ചെറിയ മാർക്കറ്റാണ്. ഇവിടുത്തെ ഒരു ഇത് കണ്ടുകൊണ്ട് തന്നെ വീണ്ടും അല്ലെങ്കിൽ നമ്മൾ പുതിയതിലോട്ട് ഇറങ്ങണം.